എല്ലാ ടോസ്റ്റ് മാസ്റ്റേഴ്സിനും ഒപ്പം ഇന്നിവിടെ അതിഥികളായി എത്തിയിട്ടുള്ളവർക്കും എന്റെ നമസ്കാരം. നമസ്കാരം. ഇത് ഏതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഈ പൂവല്ലേ? തീർച്ചയായും. എന്തുകൊണ്ടായിരിക്കും? ഇതിന് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കണ്ണിനും കരളിനും കൗതുകം കുളിർമയേകുന്ന ഒന്നാണ്. ഭാഗ്യ സൗന്ദര്യത്തെ നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സൗന്ദര്യം എന്നത് നമ്മുടെ ഭാഗ്യനേത്രങ്ങൾക്കും അപ്പുറം ആന്തരികവും ഉത്കൃഷ്ടവും അനശ്വരവുമായ സൗന്ദര്യമാണ്. പ്രശസ്ത ആംഗലേയ സാഹിത്യകാരൻ തോമസ് ക്രൂസ് തന്റെ കവിതയിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യ വീക്ഷണത്തെ പറ്റി പരാമർശിക്കുന്ന ആശയം ഇങ്ങനെയാണ്: കാലഗതിയിൽ കമനീയമായ ഭാഗ്യ സൗന്ദര്യം ക്ഷയിച്ചു പോകും, പക്ഷേ ആന്തരികമായ സൗന്ദര്യത്തെ നശിപ്പിക്കുവാൻ യുഗങ്ങൾക്ക് പോലും സാധിക്കില്ല. ഇന്നിവിടെ ഞാൻ ഈ അടുത്തിടെ വായിച്ച ഒരു ഹൃദയസ്പർശിയായ കഥയാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദരിദ്ര കുടുംബം, ഒരമ്മയും ഒരു മകനും മാത്രം, അച്ഛനില്ല. അതുകൊണ്ട് തന്നെ ആ അമ്മ കൂലിപ്പണി ചെയ്ത് തനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് തന്റെ മകന്റെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും നോക്കിയിരുന്നത്. ആ അമ്മ വികലാംഗയായിരുന്നു, ഒരു കണ്ണേ ഉണ്ടായിരുന്നത്. ആയതുകൊണ്ട് ഒറ്റക്കണ്ണിയുടെ മകൻ എന്ന പേരിലാണ് ആ മകൻ അറിയപ്പെട്ടിരുന്നത്. ആ മകനെ സംബന്ധിച്ചിടത്തോളം ഈ അപമാനം താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. കാരണം തന്റെ ഗ്രാമവാസികളും കൂട്ടുകാരും ഒറ്റക്കണ്ണിയുടെ മകൻ എന്ന ഇരട്ട പേരിൽ ആ മകനെ വിളിക്കുമ്പോൾ ഈ അമ്മ ഇല്ലാതിരുന്നെങ്കിൽ എന്നുവരെ ആ മകൻ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ മകന് തന്റെ അമ്മയോട് സ്നേഹത്തെക്കാൾ ഉപരി വെറുപ്പായിരുന്നു. ആ മകൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല ജോലി സമ്പാദിച്ചതിന് ശേഷം തന്റെ അമ്മയെ അറിയാത്ത, തന്റെ അമ്മയിൽ നിന്നും ഏറെ അകലെയുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി അപമാനം ഏൽക്കാതെ ജീവിക്കണം. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നന്നായി പഠിച്ച് ജോലി കിട്ടിയതിനു ശേഷം തന്റെ അമ്മയെയും തന്റെ ഗ്രാമത്തെയും ഉപേക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് ചേക്കേറി അവിടെ അവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മയ്ക്ക് തന്റെ മകനെ ഒരു നോക്ക് കാണുവാൻ, കാരണം അച്ഛനില്ലാതിരുന്നിട്ടും അച്ഛന്റെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്റെ ജീവിതം തന്നെ ആ മകന് വേണ്ടി ത്യജിച്ചുകൊണ്ടാണ് ആ അമ്മ മകനെ വളർത്തിയത്. ആ അമ്മ മറ്റുള്ളവരിൽ നിന്ന് മകന്റെ വിലാസം ചോദിച്ചറിഞ്ഞ് മകനെ അന്വേഷിച്ചു പോയി. ഈ മകൻ തന്റെ അമ്മയെ തിരിച്ചറിഞ്ഞെങ്കിലും അറിയാത്ത ഭാവം നടിച്ച് എവിടെയോ നിന്ന് വന്ന, സഹായം അഭ്യർത്ഥിച്ചു വന്ന ഒരു സ്ത്രീ എന്ന ലാഘവത്തോടെ ആ അമ്മയെ അവഗണിച്ചു. പാവം അമ്മ ഒന്നും ഉരിയാടാതെ താൻ അമ്മയാണെന്നോ ഒരമ്മയ്ക്ക് മകനിൽ നിന്ന് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ നേടാനോ ശ്രമിക്കാതെ തിരിച്ചുപോയി. പക്ഷെ ആ അമ്മ ആ മകനെ ശപിച്ചതുമില്ല. കുറെ നാളുകൾക്ക് ശേഷം ഈ മകൻ തന്റെ അമ്മ, ആ ഒറ്റക്കണ്ണിയായ അമ്മ, താൻ വെറുത്തിരുന്ന ആ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയുവാൻ അന്വേഷിച്ചിറങ്ങി. താൻ ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ ആ ഗ്രാമത്തിലേക്ക് ഒരു സന്ദർശകൻ എന്ന പോലെ ആ മകൻ എത്തി. താൻ താമസിച്ചിരുന്ന തന്റെ ആ പഴയ കുടിലിന്റെ മുറ്റത്ത് ഒരു പറ്റം ആളുകൾ കൂടി നിൽക്കുന്ന ആ ആൾക്കൂട്ടത്തിനുള്ളിലൂടെ ആ മകൻ നോക്കി. താൻ വെറുത്തിരുന്ന, പലവട്ടം താൻ ആഗ്രഹിച്ചിട്ടുണ്ട് തന്റെ ആ ഒറ്റക്കണ്ണിയായ അമ്മ മരിച്ചിരുന്നെങ്കിൽ എന്ന്. ആ അമ്മ എല്ലും തോലുമായി, പ്രിയപ്പെട്ടവരാരുമില്ലാതെ ഒരു കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞ് അനാഥമായി കിടത്തിയിരിക്കുന്നു. ആ മകന് തന്റെ ജീവിതത്തിലുണ്ടായിരുന്ന അപമാനം എന്നേക്കുമായി തീർന്നല്ലോ എന്ന നിർവൃതിയിൽ നിൽക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ കാരണവന്മാര്, അതായത് പ്രായമുള്ളവര് പരസ്പരം പറയുന്നത് കേട്ടു. പാവ സ്ത്രീ തന്റെ മകന് ചെറുപ്പത്തിൽ ഒരാപത്ത് വന്ന് അവന്റെ കണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം കണ്ണ് മകന് നൽകി. അങ്ങനെ ഒരു കണ്ണില്ലാത്തതിന്റെ ദുഃഖം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ അമ്മ കുറവുകളൊന്നുമില്ലാതെ മകനെ വളർത്തി. ഇത് കേട്ടപ്പോൾ ആ മകന് തന്റെ ഹൃദയത്തിലേക്ക് ഒരു വാൾ തുളച്ചു കയറുന്നത്ര വേദന ഉണ്ടായിരുന്നിട്ടും ചേതനയറ്റവനായി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ലായിരുന്നു. കാരണം താൻ വെറുത്തിരുന്ന, അപമാനമായി കരുതിയ ആ വ്യക്തിത്വം തന്റെ ജീവിതത്തിന്റെ അഭിമാനവും വിജയമായിരുന്നു എന്ന് അവന് മനസ്സിലായി.
യഥാർത്ഥത്തിൽ ഒറ്റക്കണ്ണുണ്ടായിരുന്നതും അപമാനപാത്രമായി തീരേണ്ടിയിരുന്നതും അമ്മയല്ലായിരുന്നു എന്നും താൻ തന്നെയായിരുന്നു എന്നും ആ മകൻ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. 3 കാര്യങ്ങളാണ് ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1, യാഥാർത്ഥ്യവുമായി കടിച്ചു നോക്കുമ്പോൾ ഭാഗ്യ സൗന്ദര്യം അപ്രസക്തമാണ്. 2, സ്വാർത്ഥതയും സങ്കുചിത മനസ്ഥിതിയുമാണ് ഇന്നിന്റെ ശാപം. എന്റേതെന്ന മനോഭാവം, നമ്മൾ ഇതെല്ലാം ലോപിച്ചു പോയിരിക്കുന്നു. ഒരു വേറിട്ട കാഴ്ചയാണ് ഇന്നിവിടെ കാണുന്ന ഈ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ്. സ്വയം വളരാനും പരസ്പരം വളർത്താനും ഉതകുന്ന ഒരു കൂട്ടായ്മ. നമുക്ക് അഭിമാനിക്കാം. 3ാമതായി, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവർക്കുള്ള പരിഹാസവാക്കുകൾ ഒഴിവാക്കുക. കാരണം മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അവരെ തളർത്തുകയാണ് ചെയ്യുന്നത്. അവിടെയും ഒരു ഉദാത്തമായ മാതൃകയാണ് ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്. കാരണം ഇവിടെ ഞാൻ ഇന്ന് പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെ കുറ്റങ്ങൾ ഉണ്ടായിരുന്നാലും അതെല്ലാം നികത്തി മുന്നോട്ട് പോകുവാനുള്ള ഉത്തേജനം നൽകുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്റ്റേജിൽ കയറിയിട്ടില്ലാത്തവർക്ക് പോലും അക്ഷര പിശകില്ലാതെ, വ്യാകരണ പിശകില്ലാതെ ആശയ സമ്പുഷ്ടമായി പ്രസംഗിക്കാനുള്ള ഉത്തേജനം ഈ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ നിന്നല്ലാതെ മറ്റെവിടെ ലഭിക്കും? തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഒരു നിമിഷം നമ്മുടെ 2 കൈകളും പരസ്പരം ഒന്ന് കോർത്തു പിടിക്കാം. വീണ്ടും ദയവായി നിങ്ങൾ എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കും പ്ലീസ്. നമ്മുടെ കൈകൾ പരസ്പരം ഒന്ന് കോർത്തു പിടിക്കാം. നമുക്ക് ആദ്യം കിട്ടിയതിൽ നിന്നും ആദ്യം സ്വന്തം ബലം മാത്രമേ നമുക്ക് അനുഭവപ്പെട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ കൂട്ടായ ബലം, ഈ ശക്തി, അതാണ് നമുക്ക് വേണ്ടത്. വളരാനും പരസ്പരം വളർത്താനും. അതെ, ഒരു മാറ്റത്തിനായി നമുക്ക് കാതോർക്കാം. നമ്മുടെ ഈ ടോസ്റ്റ് മാസ്റ്റർ ദയവായി എല്ലാവർക്കും ഇരിക്കാം. സോറി. തീർച്ചയായും നമ്മുടെ ഈ ടോസ്റ്റ് മാസ്റ്റർ പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി തീരട്ടെ. ആ വൃക്ഷത്തിന്റെ ഒരു വേരായി, ഒരു തണ്ടായി, ഒരു ശാഖയായി, ഒരു ഇലയായി, ഒരു പൂവായി, ഒരു കായയായി തീരാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. അതിനായി കൂട്ടത്തോടെ നമുക്ക് ഒരുമിച്ച് യത്നിക്കാം. നന്ദി, നമസ്കാരം.